എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് ബുർജിയാണ് കേട്ടോ. മുട്ടയൊക്കെ നല്ല ചിക്കി എടുക്കുന്ന ഒരു പരിപാടി. ഇത് കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ മൊത്തം സാധാരണപ്പെട്ട ഒരുമാതിരി ശരാശരി ആൾക്കാരെല്ലാം കഴിക്കുന്നതും വളരെ സുലഭമായി കിട്ടുന്നൊരു സാധനമാണ് എഗ് ബുർജി അല്ലേ. ഇതുണ്ടാക്കുന്ന വലിയ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അറിയുന്ന ഒരാളെന്നെ വിളിച്ച് ചോദിച്ചു ഈ എഗ് ബുർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത് എഗ് ബുർജി ഉണ്ടാക്കാൻ ഇപ്പോഴും ചിലർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു എഗ് ബുർജി വീഡിയോയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിലേക്ക് മുട്ടയാണ് വേണ്ടത്. മുട്ട അത്യാവശ്യമാണ്. പിന്നെ സവോള, ചെറിയ സവോള ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 2 വലിയ സവോള ആണെങ്കിൽ 2 സവോള മതിയാവും. ഇനി നമുക്ക് നല്ല കൊമ്പൻ മുളക്, പച്ചമുളക് എഗ് ബുർജിക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം. അതുപോലെ ഉപ്പ് നമുക്ക് വേണം. പിന്നെ കുരുമുളക് പൊടി. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എഗ് ബുർജിക്ക് അല്ലെങ്കിൽ ഓംലെറ്റിനൊക്കെ ചേർക്കുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പിലുണ്ട്. പിന്നെ അതുപോലെ ഒരു ഈ വീഡിയോയ്ക്ക് ഇല്ല, അപ്പോൾ കുറച്ചൊരു ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ബജിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ചേരുവയാണ് ഇത് നമ്മുടെ മീറ്റ് മസാലയാണ്. ഇതിലൊരു പാത്രത്തിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി പരിപാടി തുടങ്ങാം. ഇത് ഒരു 5 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് സവോളയൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഇതിപ്പോൾ നിങ്ങൾ അരിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഷേപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതൊരു എങ്ങനെ ഷേപ്പിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. ഒരുപാട് വലിയ പീസാക്കുന്നത് മാത്രമേ നിർബന്ധമുള്ളൂ. ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്ന പോലെയൊക്കെ അരിഞ്ഞാൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സവോള അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വേണം. ആ പാത്രത്തിലാണ് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയാണ് അരിയേണ്ടത്. ഇഞ്ചി അതും പൊടിയായിട്ടാണ് അരിയേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പീസാക്കി ഇടയ്ക്കോടെ മുറിക്കുക. അതിന് ശേഷം ഈ മുകളിൽ ഇങ്ങനെ ചെറിയ അടുപ്പിച്ചടുപ്പിച്ച് ഒന്ന് കീറി കൊടുത്തിട്ട് അതിന് ശേഷം ഇങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മതി. അപ്പോൾ പൊടിയായിട്ട് വന്നോളൂ. അവർക്ക് ഇഞ്ചി ശരീരത്തിനും ഗുണമാണ്. അതുപോലെ ഈ മുട്ടയുടെ ഒരു ഉളുമ്പ് രുചിയൊക്കെ ഉണ്ട്. അതൊക്കെ മാറാനായിട്ട് ഇഞ്ചി വളരെ നിർബന്ധമായിട്ട് കിട്ടണം. ആ മുട്ടയുടെ ഒരു പച്ചച്ചവയൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇഞ്ചി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്നുമില്ല, വെറുതെ അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അതൊക്കെ എഗ് ബുർജിയുടെ കൂടെ അതിൻ്റെ കൂടെ തന്നെ അറിയാതെ ഞാൻ കഴിച്ചു പോകോളും. എരിവ് നിങ്ങൾ മുളകിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് അധികം എരിവുള്ളതല്ല, പിഞ്ച് മുളകാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബജി മുളക്, അതില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നല്ലത്. ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇടുന്നതാണ്. അതിങ്ങനെ എരിവൊന്നും ഇല്ലാത്ത മുളകാണ്. അപ്പം വെറുതെ അങ്ങനെ എഗ് ബുർജിയുടെ കൂടെ തന്നെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് വെറുതെ ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞ് വെക്കുക. അപ്പോൾ ഇങ്ങനെ സ്പ്രിങ് പോലെ കിടന്നു, ഇതുപോലെ ഇങ്ങനെ വളയം പോലെ കിടന്നോളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ എഗ് ബുർജി മിക്സിൻ്റെ കൂടെ ആക്കുന്നില്ല, ഇത് കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. അതെന്താണെന്നുള്ളത് പിന്നീട് പറയാം. ഇനി വേണ്ടത് കരിവേപ്പിലയാണ്. നമുക്കൊരു കരിവേപ്പില തന്നെ മാറ്റി വെക്കാം. ഈ കരിവേപ്പില ഇത് പൊതുവേ ആൾക്കാർ എടുത്തു കളയാൻ സാധനം. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ട്രിക്കാണ്. ഇതിങ്ങനെ പൊടിയായിട്ടങ്ങ് അരിയുക. ഈ കരിവേപ്പില അരിഞ്ഞും കൂടെ ഈ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 6 മുട്ടയുടെ എഗ് ബുർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചാൽ മാത്രം മതി. മുട്ടയുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ അതിനുള്ള സവോളയും മറ്റു കാര്യങ്ങളും ഒന്ന് കൂട്ടിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. നമ്മൾ 6 മുട്ടയും ഒഴിച്ച് വെച്ചിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും മതിയാവും. ഇത് കല്ലുപ്പാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടി നമ്മൾ ആദ്യം കുറച്ചിടും.
ഇത്ര ഒരു ടീസ്പൂൺ. ഇനി വേണ്ടത് ഇത് മീറ്റ് മസാലയാണ്. ഇത് അടുക്കളക്കാരൻ്റെ സ്പെഷ്യൽ കൂട്ടാണ്. ഇതുകൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. സ്പൂണായാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ നല്ല പതഞ്ഞ് വരണം. പതഞ്ഞ് വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം. ആ സവോളയും പിന്നെ മുളകും മുട്ടയെന്ന് പറയുന്നത് കട്ടയായിട്ടുള്ള സാധനമല്ലേ, അപ്പോൾ അത് മിക്സായിട്ട് വരണം നന്നായിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇതെന്തോ എത്രത്തോളം നല്ല അടിച്ച് സോഫ്റ്റ് ആക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും എഗ് ബുർജിക്ക്. ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ പതച്ച് കൊടുക്കണം, എന്നുവെച്ചാൽ മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് മിനിറ്റ് അടിച്ചിട്ട് നല്ല മുട്ടയൊക്കെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ്, കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലത്. ഇത്രയും മതി. ഒരു 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട മിക്സ് ചെയ്ത ഒഴിച്ചു കൊടുക്കുക. തവി കൊണ്ട് ഉടൻ സ്പൂണാണ് ഉപയോഗിക്കുന്നത്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളകി വരും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുപോലെ സവോളയൊക്കെ നന്നായിട്ട് വേകണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം താഴെ, ലോ ഫ്ലെയിമിലും മീഡിയത്തിനിടയ്ക്കായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് താഴെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബജി മുളക് അല്ലെങ്കിൽ അത് റിങ്ങായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ഈ നമ്മുടെ എഗ് ബുർജിക്കകത്ത് കടിച്ച് കിടന്നോളും. നല്ല ടേസ്റ്റായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു അനുഭവം തോന്നും. ചിലവർ ഇതിൻ്റെ അകത്ത് തക്കാളിയൊക്കെ ഇടും. പക്ഷേ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ മധുരമായിരിക്കും, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. നമ്മൾ തക്കാളി എന്ന് പറയുന്നില്ല, നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി സാധനമാണ്, ഇന്ത്യൻ സാധനമാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്ര ഉള്ള പരിപാടി സുഹൃത്തുക്കളെ. കുറച്ചുകൂടെ എരിവൊക്കെ വേണം. നിങ്ങൾ വല്ല ടച്ചിങ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അതനുസരിച്ച് എരിവ് കൂടി തട്ടിക്കോണേ. അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് എരിവൊക്കെ ഒരു മീഡിയത്തിന് ഇട്ടേക്കണം. ഇനി ഇതൊന്ന് തോർന്ന് കിട്ടണം. തോർന്ന് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കുക ഇതെല്ലാം. എന്നിട്ടൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ എഗ് ബുർജി ഒന്ന് തോർന്ന് കിട്ടും. തോർന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഡ്രൈ ആയിട്ട് കിട്ടും. നിങ്ങൾക്കിത് കൂടുതൽ ഡ്രൈ ആകണമെന്നുണ്ടെങ്കിൽ കുറേ സമയം ഇട്ട് കഴിഞ്ഞാൽ മതി. പക്ഷേ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു ഡിഫറൻ്റ് ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില വളരെ ഗുണമുള്ള സാധനമാണ്. അതിങ്ങനെ നല്ല കൈകൊണ്ട് ഞരടി മുറിച്ചങ്ങിടാം പൊടിയായിട്ട്. അപ്പോൾ ഇത് ഇതുപോലെ തൂളി കൊടുക്കുക. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് ബുർജി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യാം. കറക്റ്റാണ് ഇത്. അല്ല ഇങ്ങനെ വിട്ട് വീഴണം. തീ ഓഫ് ചെയ്യാം. നമുക്ക് പിന്നെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല അടിപൊളി മണം മൂക്കിലേക്ക് തള്ളി കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് ബുർജി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എന്ത് രസമാണ് കാണാൻ. അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്പൂണിൽ കോരിയെടുക്കുക, കഴിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്തുള്ള ബെൽ ഐക്കണോട് അമർത്തുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള രസകരമായ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ പുതിയ ഒരുപാട് ഞൊടിപ്പൻ രഹസ്യങ്ങളുമായി, വിദ്യകളുമായി, ചെറിയ കൂട്ടുകളുമായി ഇനിയും ഞങ്ങൾ വരുന്നവരെ കാത്തിരിക്കുക. തൽക്കാലം ഞാൻ കഴിക്കാൻ പോവാണ്. മുടിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ. ഈ മുളകുണ്ടല്ലോ, ഇതിങ്ങനെ കടിച്ച് നല്ല ഫ്രഷായിട്ട് എടുക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒന്നും പറയണ്ട, നമ്മുടെ മീറ്റ് മസാലയുടെയും കുരുമുളകിൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. കാലങ്ങളിൽ ഒരുപാട് അത്യുത്തമമായൊരു സാധനമാണ് കേട്ടോ. ഒന്നുകൂടെ കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലം ബൈ. ടേക്ക് കെയർ.